ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പറയാൻ പോകുന്നത് മുഖ സൗന്ദര്യവും നിറവും കൂട്ടാൻ മുഖത്തിനെ ആകർഷിതമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കിടിലൻ സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാവുന്ന ഒരു കിടിലൻ സംഭവമാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അന്നേരം മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് മിസ്സാവാതെ തന്നെ നിങ്ങളിലേക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്ലിസർ ഉപയോഗിച്ചിട്ട് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സംഭവമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. തണുപ്പ് സമയത്ത് സ്കിന്നൊക്കെ നമ്മൾ ഡ്രൈ ആവാറുണ്ട്. അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനൊക്കെ വേണ്ടി ഗ്ലിസർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കൂടാതെ തന്നെ സ്കിന്നിൻ്റെ പല കാര്യങ്ങൾക്കും വളരെയധികം ഉത്തമമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഗ്ലിസർ എന്ന് പറയുന്നത്. ഗ്ലിസറിനെ കുറിച്ച് പറയുമ്പോൾ ഗ്ലിസറിൻ്റെ നമ്മുടെ കണ്ണുകളുടെ നീര് കരയുന്നതിന് വേണ്ടി ഗ്രന്ഥികളെ ഇതാക്കുന്നതിന് വരെ ഗ്ലിസറിന് കഴിവുണ്ടെങ്കിൽ നമ്മുടെ ഫേസിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിനകത്തെ സെല്ലുകളിലേക്ക് ഗ്ലിസറിങ് നമ്മൾ മസാജിലൂടെ ഇറക്കി ചെല്ലുമ്പോൾ അതിൽ നമുക്ക് വേസ്റ്റായിട്ട് കിടക്കുന്നതിന് പുറന്തള്ളിയിട്ട് സ്കിന്ന് നല്ല ഒരു ലുക്കാക്കി മാറ്റാനായിട്ട് ഗ്ലിസറിന് സാധിക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വെയിലേറ്റിട്ട് കരിമങ്ങുന്നത്, പിന്നെ നമ്മുടെ മുഖത്തിന് നിറവ്യത്യാസം വരുന്നത്, നമ്മൾ കാലപ്പഴക്കം ചെന്ന മുഖത്തെ ചെറിയ ചെറിയ പാടുകൾ, കറുത്ത ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാം. പിന്നെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ, അതിനെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. നമ്മുടെ മുഖത്തുണ്ടാകുന്ന എന്ത് രീതിയിലും ഉണ്ടാകുന്ന നിറവ്യത്യാസവും പൂർണ്ണമായിട്ടും മാറ്റി നല്ല എഫക്റ്റ് നൽകാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഗ്ലിസറിന്. ഗ്ലിസർ മാത്രമല്ല നമ്മൾ ചേർക്കുന്നത്, അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ റിസൾട്ട് നമുക്ക് സ്കിന്നിൽ നിന്ന് എടുത്തറിയിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ലൈവ് റിസൾട്ട് തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ആ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമുക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമതായി പറയുന്നത് അലവേറയുടെ ജെല്ലാണ്. അലവേറയുടെ ജെല്ല് നാച്ചുറൽ അലവേറ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഗ്ലിസർ വേണം. ഗ്ലിസർ ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എല്ലാവരുടെയും കയ്യിൽ ഒരു ഗ്ലിസർ ഇരിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം നമുക്ക് 48 രൂപയേ ഉള്ളൂ ഇതുപോലെ ചെറിയൊരു ബോട്ടിലിന്. നമ്മുടെ സ്കിന്നിനകത്ത് എന്തെല്ലാം രീതിയിലുള്ള പ്രോബ്ലംസിനും സോൾവ് ചെയ്യാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ഗ്ലിസർ. പിന്നെ നമുക്ക് നാരങ്ങ വേണം. ഈ ഒരു വലിയ നാരങ്ങയാണ് ഇവിടെ കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ വലുതെടുത്തിട്ട് അതിൻ്റെ പകുതിയായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിന് നമുക്ക് തയ്യാറാക്കുന്നതിനൊരു ബൗളും കൂടി വേണം. ബൗള് നമുക്ക് ആദ്യമേ ഈ ഒരു സ്പൂൺ റോസ് വാട്ടർ എടുക്കാം. ഇതാണ്ട് ഈ ഒരു സ്പൂണിലേക്ക് റോസ് വാട്ടർ എടുക്കാം. എല്ലാം ലൂസ് കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഓരോന്നെടുത്താൽ മതി എന്ന് പറയുന്നത്. ഒരു സ്പൂണാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു സ്പൂൺ റോസ് വാട്ടർ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. അതും ഇതിലേക്ക് ഇതുപോലെ പിഴിഞ്ഞ് നമുക്ക് ഒരു സ്പൂണായിട്ട് എടുക്കാം. അങ്ങനെ ഒരു സ്പൂൺ നാരങ്ങ ജ്യൂസും എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അലവേറയുടെ ജെല്ലാണ്. ഞാൻ അലവേറയുടെ ജെല്ലും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്ലിസർ സ്പൂൺ കണക്കിനല്ല എടുക്കേണ്ടത്, ഒരു 4-5 തുള്ളി. കാരണം ഇതൊരു തിക്ക് കണ്ടൻസിൽ ഒരു തിക്കായിട്ടിരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് നമുക്ക് ഒരു 4-5 സ്പൂണ് 4-5 തുള്ളി നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. നല്ല രീതിയിൽ മിക്സ് ആക്കണം. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് പുറത്ത് വെക്കണം. 5 മിനിറ്റ് പുറത്ത് വെക്കുന്നത് എന്തിനാണെന്ന് പറയുന്നത്, ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിക്കാൻ വേണ്ടി. അതായത് നമ്മൾ 4 പല ഐറ്റങ്ങളല്ലേ ചേർത്തേക്കുന്നത്, അത് 4 കൂടി ഒരുമിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസിലേക്ക് ഇടുമ്പോഴായിരിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ സംഭവം അങ്ങനെ തയ്യാറായിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടിരിക്കണം.
ഫേസിൽ ഒരു രീതിയിലുള്ള മേക്കപ്പോ ഒന്നും തന്നെ പാടില്ല. നമുക്കിനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈകൾ കൊണ്ടാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് മുഖത്തേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യുന്നതിനായിരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കൈകൾ വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫേസിനകത്ത് ഉള്ളിലേക്ക് സെല്ലുകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ദിവസവും ഒരു 3 പ്രാവശ്യമെങ്കിലും മാക്സിമം ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. കാരണം നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് ഒക്കെ മാറ്റാൻ പറ്റും. നമുക്കിത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു എരിച്ചിലൊക്കെ തോന്നും. ഇപ്പം പിമ്പിൾസ് കൂടുതലുള്ളവരാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ലെമണൊക്കെ ആയതുകൊണ്ട് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അത് ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിർത്താൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നുമായിട്ട് അത് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അതങ്ങനെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ സ്കിന്നിനകത്തെ പിമ്പിൾസ് കരിച്ചു കളയും ഈ ഒരു ലെമണും ഈ ഒരു സംഭവമൊക്കെ ചെയ്യുന്നത് കൊണ്ട്. നമ്മുടെ ഫേസിൻ്റെ പിമ്പിൾസിനെ നല്ല രീതിയിൽ കരിക്കാൻ, അതായത് പിമ്പിൾസിൻ്റെ അകത്തുണ്ടാകുന്ന ഫംഗസിനെ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഇത് തേച്ചിട്ട് മസാജ് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ആ ഒരു മസാജും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്കിത് ഫേസ് വാഷ് ചെയ്യുന്നത് നല്ല തണുത്ത വെള്ളത്തിൽ നമുക്കിത് വാഷ് ചെയ്യാം. ഇങ്ങനെ ഫേസ് എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തു. സ്കിൻ നല്ല സോഫ്റ്റായി, പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതും റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതുമാണ്. ഗ്ലിസറാണ് മെയിൻ സംഭവം. അതുകൊണ്ട് തന്നെ എഫക്റ്റും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. കണ്ണുനീര് പോലെ പെട്ടെന്ന് ഗ്ലിസർ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണുനീര് പൊഴിഞ്ഞു വരത്തില്ല, അതേപോലെയാണ് നമ്മുടെ മുഖത്തിനും നിറം നൽകുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസത്തോളം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് വ്യത്യാസം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം ചെയ്യാതിരിക്കുമ്പോൾ ആ വ്യത്യാസം നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചെയ്യുമ്പോൾ സ്കിൻ നല്ല ഒരു ഇതിലേക്ക് ഫിനിഷിങ്ങിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് ചേഞ്ചിങ് നമ്മുടെ സ്കിന്നിനും വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്കും ഓയിലി സ്കിന്നുകാർക്കും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു കിഡിലൻ സ്കിൻ ക്രീമാണ്, അതായത് സ്കിൻ വൈറ്റനിങ് ക്രീമാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യുകയും സിമ്പിളായിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ മറുപടി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. നിങ്ങളും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കൂടി ഈ വീഡിയോ ഒന്ന് കാണട്ടെ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.